ഇവള് തിരുവനന്തപുരത്ത് പഠിക്കണ കാലത്ത് ഒന്നുമില്ല നമുക്കിങ്ങനെ വെറുതെ നാക്ക് വിടക്കാൻ ഒന്നുമില്ല ഒന്നും പറയാനൊന്നുമില്ല. രാഘവനെവിടെ? എന്താണ് പറയാ? രാഘവേട്ടന്റെ അവസ്ഥ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ വന്നിരുന്ന് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കണെങ്കിലും വീട്ടിലെ അവസ്ഥ ഭയങ്കര മോശം. എന്താണ്? ഭാര്യയും മക്കളും കൂടെ എപ്പോഴും തല്ലാറുണ്ട്. അറിഞ്ഞതാണിത്. മന്മത അതെ, അയാളുടെ കയ്യിലിരിപ്പാണ് കാര്യം. തല്ലണ എന്താന്നറിയാമോ? പുള്ളി പോയിട്ട് ഒരു പൈന്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കും. എന്നിട്ട് ഈ കവിത ചൊല്ലലാണ്. മക്കളൊക്കെ ഇടത്തി ഉറക്കൂല, അതാണ് തട്ടിട്ട്. അത് പറയല്ലേ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ മക്കളും ഉണ്ടാതെ പോണം. ചെറിയ മകൻ വരെ ഇന്നലെ തന്നെ. സുഗത എന്തേലായിക്കോട്ടെ, പ്യാരെ മൊയ്തോ മന്മത, കേട്ടത് കേട്ടു, നമ്മള് കണ്ടത് കണ്ടു, മിണ്ടാ കണ്ടു, അങ്ങനെ പോയിക്കോട്ടെ. അപ്പൊ ഈ ജാതി വർത്താനം ഇനി വേണ്ട കേട്ടോ. അവനിപ്പോ രാഘവൻ തല്ലു കൊള്ളു തല്ലു കൊടുക്ക് എന്താച്ചാ ആയിക്കോട്ടെ, ഓനായി ഓരോ കുടുംബമായി. ഇപ്പോ കഴിഞ്ഞ തിങ്കളാഴ്ച പറയുമ്പോ എല്ലാം പറയണല്ലോ. ഞാൻ വെറുതെ അങ്ങനെ പോണ വയ്ക്കുന്ന രാഘവനായിട്ട് രണ്ട് വർത്താനം പറയാ. ഉമ്മർത്ത് കൂടെ അങ്ങോട്ട് പോവല്ലേ വെച്ചിട്ട് ഞാനൊന്ന് അങ്ങോട്ട് കേറി ചെല്ലുമ്പോ എന്തൊക്കെ തട്ടുമുട്ടും ഒരു കരച്ചിലോരൊക്കെ കേക്കാണ്ട് ഞാൻ കുട്ടികളെ ആരെങ്കിലും എന്തെങ്കിലും വേണാവും വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോ എന്താ കഥ? ഭാര്യ എന്തെന്നാ പറയാ, ഭാര്യ അടിക്ക ചെറിയ ചെക്കല്ലേ, ആ ചെക്ക അങ്ങനെ പിടിച്ചു കൊടുക്ക. എന്നിട്ട് നാട്ടും പുറത്തും ഇങ്ങനെ ഒരു മനുഷ്യനല്ലേ എന്തെന്നാ. പിന്നെ അപ്പൊ ഞാൻ ഇതേവരെ ഞാൻ അപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ എന്താ പറയാത്തത്? നമ്മുടെ ഒരു മാന്യത മനസ്സിലാവുണ്ടോ? അത് നമുക്ക് ഉണ്ടാവണം. അല്ല പോയാ എന്നാണ് രാഘവന്റെ വീട്ടിൽ പോയത്? തിങ്കളാഴ്ച അല്ലേ കോയ മറ്റേ മകളുടെ കുട്ട സുന്നത്താണെന്ന് പറഞ്ഞിട്ട് പെരുമ്പാവൂര് പോയത്. അത് തിങ്കളാഴ്ച ആയിരുന്നു. ചൊവ്വാഴ്ച ഉണ്ട്. തിങ്കള ചൊവ്വ ചൊവ്വാഴ്ച എന്തിനാ തർക്കിക്കണ? തിങ്കളാണെങ്കിലും ചൊവ്വാണെങ്കിലും രാഘവേട്ടൻ വരുമ്പോ ചോദിക്കാല്ല. എന്നാ തല്ല് കൊണ്ടുവന്ന് രാഘവേട്ടൻ അറിയാലോ. അതെന്താ ഇത് എന്നും തല്ലിന്റെ പെരുന്നാളല്ലേ, അതപ്പോ എങ്ങനെ അറിയും? അത് എന്തിനിപ്പോ ഇങ്ങനെ ചോദിക്കണേ? നിങ്ങൾ ഒരു ഇതും ചോദിക്കാക്കണ്ട. എന്തിനു ചോദിക്കണേ? നന്നായിട്ടുണ്ട്. അല്ല കാര്യം എന്തിനു ഒരു നൂറ്റിലും ചോദിക്കാക്കണ്ട. വെറുതെ ഒരു കാര്യമില്ലാണ്ട് മനുഷ്യന്മാരെ അടങ്ങാക്കാന് അയ്യോ ചോദിക്കാക്കണ്ട. ഇനി അതങ്ങനെ നടന്നോട്ടെ. ഞാനിപ്പോ ഇത് അന്ന് പോയ സമയത്ത് ഇത് ഇനിയിപ്പോ ഞാനിത് കണ്ടു എന്ന് രാഘവന് തോന്നണ്ട വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അപ്പനെ ഞാൻ അവനെ അറിയാണ്ട് ആ പോയ മാതിരി തന്നെ ഞാൻ തിരിച്ചു വന്നു. അതാ ഞാൻ പറഞ്ഞത് അത് ചോദിക്കണ്ടാന്ന്. ഇനിയിപ്പോ അത് ചോദിച്ചാൽ ഞാൻ ഒരു വിഷമാവൂല്ലേ?